ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റുള്ള ഈ ഒരു പൈനാപ്പിൾ പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയതായിട്ട് നമുക്ക് കട്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി എളുപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ്. പിന്നെ വലിയ പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതിയാകും. ഇനി ഒരു പാൻ വെച്ച് നല്ല പോലെ ചൂടായിട്ട് വന്നാൽ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൈനാപ്പിൾ ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കാം. മധുരം കുറവുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയിട്ട് എടുക്കേണ്ടി വരും. ഒരു 3/4 കപ്പൊക്കെ എടുക്കേണ്ടി വരും. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഇപ്പോൾ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റായി ഒരു പൈനാപ്പിളത്തെ വെള്ളമൊക്കെ നല്ല പോലെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പൈനാപ്പിളിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് വരും. ഇതാ പൈനാപ്പിളത്തെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു 3/4% വറ്റിച്ചെടുത്താൽ മതിയാകും. മൊത്തത്തിൽ അങ്ങ് ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട. ഈ ഒരു രീതിയിലായിക്കഴിഞ്ഞാൽ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി അങ്ങ് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. പിന്നെ ഒത്തിരി അങ്ങ് വറ്റിച്ചെടുത്താൽ അത്രയ്ക്ക് അങ്ങ് നന്നായിട്ട് കിട്ടൂല. ഇത് മതി. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അഥവാ ഒരു പാക്കറ്റ് പാല് 500 ml പാലാണ്. പിന്നെ പുഡിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇതിലേക്ക് പാലെടുക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ചൂടാവുന്ന സമയം കൊണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എനിക്ക് പഞ്ചസാരക്ക് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്താലും മതിയാകും. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കസ്റ്റേർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് അടിക്ക് പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കസ്റ്റേർഡ് പൗഡർ നന്നായിട്ട് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് വരണം. ഇത്രയും മതി. ഈ ഒരു രീതിയിലായിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കസ്റ്റേർഡ് പൗഡറിന് റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് വന്നാൽ മതിയാകും. ഇത് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡും കൂടെ ആവശ്യമായിട്ടുണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പുഡിങ്ങിൻ്റെ ട്രേക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. നിങ്ങൾ എത്രത്തോളം വലിപ്പമുള്ള ട്രേ ആണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബ്രെഡ് എടുക്കാനായിട്ട്. ഇനി ഈ ബ്രെഡിൻ്റെ ബ്രൗൺ പോർഷൻ അങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇത് നമുക്ക് ആവശ്യമില്ല. ബ്രെഡിൻ്റെ സൈഡൊക്കെ മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് കുറച്ച് ക്രീമും കൂടി ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് എടുത്തത്. പിന്നെ 1 കപ്പ് നിറച്ചിട്ട് എടുത്തിട്ടില്ല. ഇനി നല്ല പോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് സ്റ്റിഫായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ലൂസായിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഈ ഒരു രീതിയിൽ ഒത്തിരി അങ്ങ് കേക്കിനൊക്കെ ചെയ്തെടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ പിന്നെ കഴിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഇത്രയും മതി. പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏതാണുള്ളത് അതെടുത്താൽ മതിയാകും. ഇനി ഒരു ട്രേൻ്റെ താഴെ ഭാഗത്ത് മൊത്തത്തിൽ നമുക്ക് ഒരു ബ്രെഡ് വെച്ചിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയ പോർഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചെറിയ പീസ് ബ്രെഡ് വെച്ചിട്ട് വേണം കേട്ടോ കവർ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ട്രേൻ്റെ താഴെ ഭാഗം ഫില്ല് ചെയ്തിട്ട് തന്നെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതിയോളം ചേർത്ത് കൊടുക്കണം. പിന്നെ കസ്റ്റേർഡ് ചേർക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരിക്കണം കേട്ടോ. എന്നാലേ ഈ ഒരു ബ്രെഡ് പെട്ടെന്ന് അങ്ങ് വലിച്ചെടുക്കുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ.
ഇതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പകുതി പോർഷന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈക്വലായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ അത്രയ്ക്ക് അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള നന്നായിട്ട് തണുത്ത് വന്നിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതാ ഈ ഒരു രീതിയിൽ ആ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയോളം ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ടുകൊടുക്കുക. ഞാൻ കുറച്ച് ബദാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നിർബന്ധമില്ല, അടുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത ലെയറായിട്ട് ഇതാ ബ്രെഡ് വെച്ച് കൊടുക്കാം. നേരത്തെ താഴെ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. എല്ലായിടത്തും ഫില്ലാവുന്ന രീതിയിൽ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ആ ഒരു കസ്റ്റേർഡിൻ്റെ പാലും മിക്സ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ അങ്ങ് ഈ ഒരു ബ്രെഡിന് മുകളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പൈനാപ്പിൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മൊത്തത്തിലങ്ങ് ഇതുപോലെ ലെയറായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീം മൊത്തത്തിൽ അങ്ങ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. താഴെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പുഡിങ് കാണാൻ നല്ല വൃത്തി ഉണ്ടാകും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതിയാകും. ഒത്തിരി അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ സൈഡൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ ഉണ്ടല്ലോ, ഇതുപോലെ കൈ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേ ചെറുതായിട്ട് കിട്ടുള്ളൂ. നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ പീസായിട്ടാവും കേട്ടോ ഒക്കെ എടുക്കുക. അപ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും കൂടി ഇട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. പുഡിങ് ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം. ഞാനിതാ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അതിലേറെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രീമി ആയിട്ട് ഈ ഒരു രീതിയിൽ പൈനാപ്പിൾ പുഡിങ് ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. അത്രയും ക്രീമി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ ഞാനിതൊരു പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ അടിപൊളി ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വരുന്നൊരു കിടിലൻ പുഡിങ്ങാണിത്. പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് ലെയറോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഇതുപോലെ ശരിക്കും ലെയറായിട്ട് ഉണ്ടാകും. അടിപൊളി പുഡിങ്ങാണിത്. ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്